നടന്നു പോകുന്നു എന്നല്ലാതെ ഒരു ദിവസമെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നു പോകാനുള്ള ഒരു ആയുസിന്റെ രേഖകളായി മാറാൻ കഴിയാത്തവരായി വരും നിഷ്ക്രിയരായി നമ്മുടെ സമൂഹം മാറിപ്പോവുകയാണ്. ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കുന്നവർ, ആരൊക്കെയോ പറയുന്നിടത്ത് കടന്നു പോകുന്നവർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ആദ്യമേ പറയുക, എന്റെ പ്രഭാഷണങ്ങൾ ഏറെ കേട്ടവരാണ് നിങ്ങൾ. അതുകൊണ്ട് ആ രീതിയിൽ വിലയിരുത്താനുള്ള ഒരു സ്വതന്ത്രമായ ബോധമുണ്ടാവണം. എവിടേക്കാണ് മനുഷ്യൻ നടന്നു പോകുന്നത് എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ ഖുർആൻ ലോകത്ത് പറയുന്ന ആരും പറയുന്ന ഒരു സാമാന്യമായ ഒരു വർത്താനമാണ്, ഉസ്താദേ കാലം ഇതല്ലേ, ഇവിടെ ഇങ്ങനെയൊക്കെയല്ലേ കഴിയൂ. നമ്മൾ ആരോട് ചോദിച്ചാലും പറയുന്ന ഒരു വലിയ ന്യായമാണത്. ഏത് പെണ്ണിനും ഏത് പുരുഷനും പറയാൻ ഒരു ന്യായമുണ്ട്. ഉസ്താദേ കാലം ഇതല്ലേ, ഈ കാലത്ത് ഇങ്ങനെയൊക്കെ അല്ലേ കഴിയൂ എന്ന് പറയുന്ന ഒരു സാമാന്യ ലാഘവവൽക്കരണത്തിന്റെ ഒരു മറുപടി. കാരാളികോണത്തെ ഏത് ചെറുപ്പക്കാരനോട് പറഞ്ഞാലും, അള്ളാഹുവിന്റെ പള്ളിയെ പറഞ്ഞാൽ, അവന്റെ വിശ്വസ്തമായ ഗേഹത്തെ പറഞ്ഞാൽ, ഇങ്ങനെ നിങ്ങൾ മദ്യത്തിന്റെയും മദിരാശിയുടെയും ആദർശ വ്യതിയാനത്തിന്റെയും അനുധാവനത്തിന്റെയും അഴുക്കുചാലുകളെ കടക്കേണ്ടവരല്ല എന്ന് പറഞ്ഞാൽ ഏത് ആളുകളും നേരത്തെ എത്രയോ മറുപടി ഞാൻ കേട്ടിട്ടുണ്ട്. ഉസ്താദേ കാലം ഇതല്ലേ, കാലത്ത് ഇങ്ങനെയൊക്കെ അല്ലേ ചെയ്യാൻ കഴിയൂ. അങ്ങനെയല്ല എന്ന് ലോകത്തോട് തിരുത്തി പറയാനാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആണത്തമുള്ള രണ്ട് ചെറുപ്പക്കാരുടെ കഥ പറയുന്നത്. ഞാൻ എന്റെ വിഷയം അവിടെയാണ് പറയുന്നത്. കാലത്തിന്റെ മേൽ പറഞ്ഞ്, കാലമാണ് വലുതെന്ന് പറഞ്ഞ്, ഈ കാലമാണ് ഞങ്ങളെ പിഴപ്പിച്ചതെന്ന് പറഞ്ഞ്, ഈ കാലത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയൂ എന്ന് ന്യായം പറയുന്നവരോടാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാൻ എന്റെ വിഷയത്തിലോട്ട് കിടക്കുകയാണ്, കാലം തന്നെയാണ് സത്യം, കാലം തന്നെയാണ് സത്യം. ഇങ്ങനെ കാലത്തെ ചുവർ ഭാഗത്ത് കാണുന്ന നിഴലിനെ കുറ്റം പറയുന്നവരെ പോലെ കാലത്തെ കുറ്റം പറഞ്ഞ് ഏത് പെണ്ണിനും പറയാൻ കഴിയുന്ന ഒരു ന്യായമുണ്ട്, കാലം ഇതല്ലേ, ലോകം ഇതല്ലേ. 21-ാം നൂറ്റാണ്ട് വിവര സാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകൾ മനുഷ്യൻ സ്വായത്തമാക്കി കഴിഞ്ഞപ്പോൾ കയ്യിലെ നഖത്തിന്റെ നാലിലൊന്ന് വലിപ്പമില്ലാത്തൊരു ചെറുചിപ്പിലൂടെ ഒരു മനുഷ്യന്റെ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ മുഴുവനും കൂട്ടിച്ചേർത്തു വെക്കുന്ന, ലോകം മുഴുവനും ഒരു ഗ്ലോബൽ വില്ലേജ് പോലെ കൈവെള്ളയിൽ ഒതുങ്ങി നിൽക്കുന്ന ഇത് കാലത്ത് ഏത് പെണ്ണിനും പറയാനൊരു ന്യായമുണ്ട്, കാലം ഇതല്ലേ. അങ്ങനെ ജീവിതത്തിന്റെ നരകത്തിലോട്ട് യാത്ര ചെയ്യുമ്പോൾ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നവരോട് മുഴുവനും തങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു ഉപാധിയായി കാലത്തെ പിടിച്ച് കുറ്റം പറയുന്നവരോടാണ് ലോകത്തിൽ ഏറ്റവും വലിയ ശപിക്കപ്പെട്ട കാലത്ത് ജീവിച്ച, ലോകത്തിൽ ഏറ്റവും ശപിക്കപ്പെട്ട കാലത്ത് ജീവിച്ച എന്ന് പറഞ്ഞാൽ ആളുകൾ പോലും കണ്ണു തുറന്നിട്ട് മാലാഖമാര് പോലും നോക്കാൻ ഭയപ്പെട്ട 6-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ ഇരുണ്ട കാലഘട്ടത്തിൽ ജീവിച്ച, 6-ാം നൂറ്റാണ്ടെന്ന ഇരുണ്ട കാലഘട്ടത്തിൽ ജീവിച്ച 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ കാലത്തെ കുറ്റം പറഞ്ഞ് കാലത്തിന്റെ മുകളിൽ ഞങ്ങളൊരു കോലം കെട്ടുമെന്ന് പറഞ്ഞ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ അടുക്കലോട്ട് കടന്നു വന്നു പോയ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബിൽ കഅബാലയത്തിന്റെ ചുറ്റും നിന്നുകൊണ്ട് പെണ്ണിന് വേണ്ടിയും കള്ളിന് വേണ്ടിയും മദ്യത്തിന് വേണ്ടിയും അതിന്റെ പുറകിൽ മാത്രം ജീവൻ ഹോമിച്ച തന്റെ പ്രിയപ്പെട്ട സമൂഹത്തെ എങ്ങനെയാണ് നന്മയുടെ വഴിത്താറയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോവുക എന്ന ജിജ്ഞാസയോടെ ആ മക്കയിൽ നിന്ന് കഅബാലയത്തിന്റെ കില്ലയിൽ പിടിച്ചുകൊണ്ട് നേരെ നോക്കിയാൽ കാണാൻ ഭാഗത്തിൽ ജബലന്നൂർ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് നിൽക്കുന്ന ഹിറാ ഗുഹയുടെ ഇരുളടഞ്ഞ ഇടനാടുകളിൽ ധ്യാന നിമഗ്നനായി കഅബാലയത്തിന്റെ ചുറ്റും ഉടുതുണി വലിച്ചെറിഞ്ഞിട്ട് നഗ്ന നൃത്തം ചവിട്ടുന്ന തന്റെ സ്ത്രീ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സാംസ്കാരിക അധപ്പതനമോത്ത് പരസ്പരം മദ്യത്തിന് വേണ്ടി വാളോങ്ങുന്ന, ഒരു കുപ്പി കള്ളിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന തന്റെ കൂട്ടുകാരുടെ, തന്റെ സഹപാഠികളുടെ, തന്റെ സഹവാസികളുടെ, തന്റെ സഹകാരികളുടെ ഏറ്റവും വലിയ ദാരുണമായ അവസ്ഥ കണ്ടിട്ട് ഇവരെ എങ്ങനെയാണ് നന്മയുടെ വഴിത്താറയിലേക്കൊന്ന് കൈപിടിച്ചു കൊണ്ടുവരാൻ കഴിയുക എന്ന് ചിന്തിച്ചുകൊണ്ട് ആ സമൂഹത്തിൽ തന്നെ പെട്ട ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഹിറാ ഗുഹയുടെ ധ്യാന നിമഗ്നനായിരിക്കുമ്പോ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആ പ്രവാചകന്റെ അടുക്കലേക്ക് ഈ സമൂഹത്തിന് നന്മയുടെ വഴിത്താറയിലോട്ട് ആനയിച്ചു കൊണ്ടുപോകാൻ ആകാശ ലോകത്തിൽ നിന്നിറങ്ങിയ അത്ഭുത മാനവിക ദർശനമായ വിശുദ്ധ ഖുർആൻ, ആ ഖുർആനാണ് പറഞ്ഞത്, നബിയേ, ഓ നബിയേ പറയുക, ഓ നബിയേ പറയുക. 114 അധ്യായങ്ങൾ ഒരു സമൂഹത്തിന്റെ പരിവർത്തനത്തിന് വേണ്ടി അവതരിപ്പിച്ചിട്ട് ആ 114 അധ്യായങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമാന പേരുകളുള്ള 2 അധ്യായങ്ങൾ നിങ്ങൾക്ക് ഖുർആനിൽ കാണാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് കാലത്തിന് പ്രസക്തിയുള്ളത്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അൽ ബഖറ എന്ന പേരിൽ ഒരു അധ്യായം ഉണ്ടെങ്കിൽ അതിന്റെ പേര് പശുക്കുട്ടി എന്നാണ്. അതേ അർത്ഥമുള്ള സമാന അർത്ഥമുള്ള മറ്റൊരു അധ്യായം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പേരിട്ടിട്ടില്ല. 7 അധ്യായങ്ങളുണ്ടോ? സൂറത്തുൻ നംലുണ്ട്, നഹ്ലുണ്ട്, അതേപോലെ എത്രയോ അധ്യായങ്ങൾ, എത്രയോ നാമകരണങ്ങൾ. പക്ഷേ സമാനമായ അർത്ഥമുള്ള ഒരു സൂറത്ത് കൂടി കാണിക്കാൻ കഴിയില്ല. പക്ഷേ കാണിക്കാൻ കഴിയും
ഈ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഒരു സൂറത്തിന് പേരിട്ടു സൂറത്തുൽ അസ്ർ, മറ്റൊരു സൂറത്തിന് അല്ലാഹു പേരിട്ടു സൂറത്തുൽ ദഹർ. രണ്ടിന്റെയും അർത്ഥം കാലമെന്നാണ്. ആ സമൂഹത്തിന്റെ മുമ്പിലാണ് അല്ലാഹുവിന്റെ ഖുർആൻ അവതരിപ്പിച്ചത് കൊടുത്ത് നബിയെ അവരോട് പറയുക, കാലമെന്ന് പറയുന്ന നെടലിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, കാലത്തെ പ്രതികൂട്ടിലാക്കാൻ കഴിയില്ല നബിയെ. വൽ അസ്ർ വൽ അസ്ർ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. വൽ അസ്ർ കാലം തന്നെയാണ് സത്യം, കാലം തന്നെയാണ് സത്യം, കാലത്തെ തന്നെയാണ് സത്യം. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആരെയാണോ നമ്മൾ വിരൽ ചൂണ്ടുന്നത്, ആരുടെ മുകളിലാണോ സ്വയം കൃതാനത്വം സമ്പാദിച്ചു കൂട്ടിയ സർവ്വതോന്നിവാസത്തിനും ആരുടെ മേലിലാണോ പടിചാരുന്നത്, ആ പടിചാരുന്ന നിരപരാധിയെ സാക്ഷി നിർത്തിയിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വൽ അസ്ർ കാലം തന്നെയാണ് സത്യം, കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യവർഗമേ തീരാ നട്ടത്തിലാണ്. ഏറ്റവും വലിയ നട്ടമേതാണ് സഹോദരങ്ങളെ? ഏറ്റവും വലിയ നട്ടമേതാണ് സഹോദരങ്ങളെ? മനുഷ്യ നീ നട്ടത്തിലാണ്. അല്ലാഹുവിന്റെ ഈ പ്രപഞ്ചകോൾ ഭൂമിയിൽ ഏതാണ്ട് 8 കോടിയിൽ പരം വരുന്ന ജീവജാലങ്ങളെ പടച്ചറപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഏകകോശ ജീവികളുണ്ട്, നാൽക്കാലികളുണ്ട്, ഇരുകാലികളുണ്ട്. പക്ഷേ അല്ലാഹു പറഞ്ഞിട്ടില്ല 7,99,999 ജീവികളെയും അല്ല പറഞ്ഞില്ല. അല്ല പറഞ്ഞ നട്ടമാർക്കെന്നറിയോ? നട്ടമാർക്കെന്നറിയോ? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യ നിനക്ക് മാത്രമാണ് നട്ടമുള്ളത്. മനുഷ്യനല്ലേ നട്ടമുള്ളത്, മനുഷ്യനല്ലേ നട്ടമുള്ളത്. കാട്ടാനക്ക് നട്ടമില്ല, കരിമ്പുലിക്ക് നട്ടമില്ല, കരിങ്കരടിക്ക് നട്ടമില്ല. സഹോദരങ്ങളെ, നട്ടമാർക്കെന്നറിയോ? തീരാ നട്ടം ദുനിയാവിലും ആഖിറത്തിലും. ഈ മുനിസിപ്പാലിറ്റിയുടെ ഓടയിലൂടെ ഒഴുകി പോകുന്ന ചീഞ്ചലം നിറഞ്ഞ ചാലുകളുടെ ഇടയിൽ പൊടുത്തു നാറിക്കിടക്കുന്ന മരം വാരി തിന്നുന്ന പന്നിക്ക് ഇതേവരെ ആമാശയത്തിൽ ക്യാൻസർ വന്നിട്ടില്ല. പുടുത്തു നാറിക്കിടക്കുന്ന ഇറച്ചി കഷണങ്ങൾ കടിച്ചു കൊണ്ടുപോകുന്ന നായിക്ക് ആമാശയത്തിൽ ക്യാൻസർ വന്നിട്ടില്ല. പഴംവർഗം വാങ്ങിച്ചു കൊണ്ടുവന്ന് ചൂടുവെള്ളത്തിൽ കരുതി തൊലി ചെത്തിയിട്ട് തിന്നുന്ന മനുഷ്യനാണ് ആമാശയത്തിൽ ക്യാൻസർ വന്നത്. അവന് മാത്രമാണ് മാറാ രോഗങ്ങൾ കടന്നു പോയത്. ഒരു പനയിലെ മുഴുവൻ നിലയും ഒരു സമയം കൊണ്ട് തിന്നു തീർക്കുന്ന കാട്ടാനക്ക് ഹാർട്ടിന് ബ്ലോക്ക് വന്നിട്ടില്ല. സഹോദരങ്ങളെ, ഡയറ്റ് കൺട്രോൾ ചെയ്ത മനുഷ്യന് മാത്രമാണ് ഹാർട്ടിന് സ്തംഭനമുണ്ടായത്. എല്ലാം നഷ്ടപ്പെട്ടത് അവന് മാത്രമാണ്. ഇതേവരെ കാട്ടാന കടബാധ്യത കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടില്ല. ഇതേവരെ ലോകത്തൊരൊറ്റ ജീവി പോലും ഒരു ചാങ്കരൽ ജീവൻ അവസാനിപ്പിച്ചിട്ടില്ല. അവരാരും കാലത്തെ കുറ്റം പറഞ്ഞിട്ടില്ല. അല്ല പറയുന്ന മനുഷ്യനാണ് നട്ടം, മനുഷ്യനാണ് നട്ടം. വൽ അസ്ർ കാലം തന്നെയാണ് സത്യം, കാലം തന്നെയാണ് സത്യം. ഏത് കാലമാണ്? ഏത് കാലമാണ്? ഏത് കരികാലമാണ്? എന്റെ വാക്കുകൾ മുഖവിലക്കെടുക്കുമെങ്കിൽ ആരോടും ഒരു പ്രത്യേക മമതയില്ലാത്തവനാണെന്ന് ഞാനെന്ന് നിങ്ങൾക്കറിയാം. കാലം തന്നെയാണ് സത്യം. ഏത് കാലമാണ് സഹോദരങ്ങളെ? 51 വയസ്സുകാരനെ 52 പ്രാവശ്യം മലത്തിൽ കിടത്തിയിട്ട് അവന്റെ മാറിടത്തിൽ വെട്ടി നുറുക്കുന്ന നരാധവന്മാരുടെ കാലം. വടിയരികിലൂടെ നടന്നു പോകുന്ന പാവപ്പെട്ടവനെ 51 വയസ്സുകാരനെ 52 പ്രാവശ്യം മലത്തിൽ കിടത്തി അവന്റെ പള്ളയിലോട്ട് പിച്ചാത്തി പിടി കുത്തിക്കയറ്റുന്ന നരാധവന്മാരുടെ കാലം. ആർക്കു വേണ്ടി? എന്തിനു വേണ്ടി? സഹോദരങ്ങളെ, അതിന്റെ രാഷ്ട്രീയം നമുക്ക് പ്രശ്നമല്ല, അതിന്റെ സംഘടന നമുക്ക് പ്രശ്നമല്ല. പക്ഷേ കവി പറഞ്ഞ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. കൊന്നതാരെന്നറിയില്ല, കൊല്ലിച്ചതാരെന്നറിയില്ല. പക്ഷെ ഒരേ ഒരു കാര്യം എനിക്കറിയാം, കൊല്ലപ്പെട്ടവൻ ഒരു മനുഷ്യനായിരുന്നു. കൊന്നതാരെന്നറിയില്ല. ആ കവി വാഴ്ത്തപ്പെടട്ടെ. കൊന്നതാരെന്നറിയില്ല, കൊല്ലിച്ചതാരെന്നറിയില്ല, അതിന്റെ പുറകിലെ തന്ത്രങ്ങൾ അറിയില്ല. ഒരു കാര്യം എനിക്കറിയാം, ആ കൊല്ലപ്പെട്ടവൻ ഒരു മനുഷ്യനായിരുന്നു. രാവിലെ 7 പിതാവിന്റെ കവിളത്താണോ മുത്തം കൊടുത്തത്. ആ പിതാവ് വരുന്നതും കാത്തു വഴിക്കണ്ണോടെ വീടിന്റെ ഉമ്മറപ്പടിയിലിരിക്കുന്ന ഒരു മകന്റെ മുമ്പിലേക്ക് അതേ പിതാവിന്റെ ജഡശരീരം പതാകയിൽ പുതപ്പിച്ചു വരുമ്പോ മുഖം മൂടി നിൽക്കുന്ന പിതാവിന്റെ മുഖം കാണാൻ 6 അടി മണ്ണിലേക്ക് പോകാൻ രാവിലെ ജീവനോടെ പിതാവ് തടന്നു പോകുമ്പോ ആ പിതാവ് മരിച്ച് പൊതിയിൽ പുതപ്പിച്ചിട്ട് വീടിന്റെ ഉമ്മറപ്പടിയിലെത്തുമ്പോ പ്രിയപ്പെട്ട പിതാവിന്റെ മുഖം അവസാനം കാണാൻ ആ മുഖത്തെ തുണി മാറ്റി നോക്കുമ്പോ രാവിലെ എവിടെയാണ് താൻ, ഏത് പിതാവിന്റെ ഏത് കവിളത്താണ് ഞാൻ മുത്തം കൊടുത്തതെന്നറിയാതെ 17 പ്രാവശ്യം മഴ കൊണ്ട് വെട്ടിമുറുക്കിയ പിതാവിന്റെ മുഖത്ത് നോക്കിയിട്ട് എവിടെയാണ് ഞാൻ മുത്തം കൊടുത്തതെന്നറിയാതെ വിതുമ്പിക്കരയുന്ന പാവപ്പെട്ട ഒരു പിഞ്ചു പൈതലിന്റെ കാലം. ഏത് കാലമാണ്?
ഏത് കാലമാണ് സഹോദരങ്ങളെ? അതുകൊണ്ട് നാം പറയുക ഇത് പരസ്പരം കൊല്ലാനല്ല, എന്റെ പൊന്നു ചെറുപ്പക്കാരെ, മറ്റൊരുത്തന്റെ കഴുത്തിൽ കത്തിവെക്കാനല്ല. എന്തിനു വേണ്ടിയായിരുന്നെന്നറിയോ? ഞാൻ പറയുന്നതിന്റെ രാഷ്ട്രീയമല്ല. കേരള രാഷ്ട്രീയത്തെ പിടിച്ചൂലിക്ക ചന്ദ്രശേഖരന്റെ കൊലപാതകം കഴിയുമ്പോ ഉപേക്ഷിച്ചിട്ട് പോയ ഇന്നോവക്കാർ തുറന്നു നോക്കിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥര് കണ്ടത് അവിടെയും ഉണ്ടായിരുന്നു പാതി തീർന്ന ഒരു മദ്യക്കുപ്പി. അവിടെയാണ് നമ്മുടെ വിഷയം. അരക്കുപ്പിക്കള്ളും അരക്ക് കീപ്പോട്ട് വസ്ത്രമില്ലാത്തൊരു പെണ്ണിനെയും കിട്ടിയാൽ ചൂണ്ടിക്കാണിക്കുന്നവന്റെ ആമാശം കീറിയെടുക്കാൻ 60,000 രൂപയാണ് പ്രതിഫലമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി? ഓരോരുത്തരും ഒരു മനുഷ്യരായിരുന്നില്ലയോ? മനുഷ്യൻ ജീവിക്കാൻ നൽകിയവനാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ലോകത്തോട് പറഞ്ഞു കൊടുക്കണം. ആകാശലോകത്തിന്റെ സ്വർഗത്തിൽ നിന്ന് ആദി മനുഷ്യനായ ആദം നബിയെയും ഹവ്വാ ബീവിയെയും അല്ലാഹു ഭൂലോകത്തേക്ക് പറഞ്ഞു വിടുമ്പോ അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ ഇനി താമസിക്കേണ്ടത് ഭൂമിയിലാണ്. ആദി മനുഷ്യനെ ഭൂമിയിലോട്ട് പറഞ്ഞു വിടുമ്പോ അല്ലാഹ് പറഞ്ഞ ഒരു സന്ദേശമുണ്ട്, കാലഫീഹാ തഹ്യഊൻ. ആ ഭൂമിയിലാണ് നിങ്ങൾ ഇനി ജീവിക്കേണ്ടത്. പച്ചമണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചതമ്പുരാൻ പറഞ്ഞു, ഈ ഭൂമി നിങ്ങൾക്ക് ജീവിക്കാനുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങള്, ഭൂമി മനുഷ്യന് ജീവിക്കാനുള്ളതാണ്. ഈ ഭൂമി മനുഷ്യൻ കൊല ചെയ്യപ്പെടാനുള്ളതല്ല. ഈ ഭൂമി പരസ്പരം കാളോങ്ങാനുള്ളതല്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യ, നീ ഏറ്റവും വലിയ നട്ടത്തിനാണ്. ആ നട്ടത്തിൽ നിന്ന് കരകയറണം. കാലത്തെ പറഞ്ഞ് പഠിക്കാൻ കഴിയില്ലെന്ന്. ഏഴ് കാലത്തെന്നറിയോ? 15 വയസ്സുകാരന് കഴുത്തറത്ത് കൊല്ലുന്ന കാലം. സ്വന്തം മക്കളെ കട്ടപ്പെട്ട് വളർത്തുന്ന, പാറമടയിൽ പോയി പണിയെടുത്തിട്ടോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ റബ്ബർ വെട്ടിയിട്ടോ, വീടിന്റെ പുറങ്ങളിൽ പശുവിനെ വളർത്തിയിട്ടോ, സ്വന്തം മക്കളെ വളർത്തുന്ന മാതാപിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കേട്ടുകൊള്ളുക. ഈ മക്കളാരെന്നറിയോ? ആലപ്പുഴ ജില്ലയിൽ 10ാം ക്ലാസ്സുകാരൻ 15 വയസ്സുകാരനെ കഴുത്തറത്ത് കൊന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ക്ലാസ്സിൽ വർത്തമാനം പറഞ്ഞതിന്റെ പേരിൽ ഈ കുട്ടി അവന്റെ പേരെഴുതി. അവൻ ക്ലാസ് ലീഡറാണ്. ഒരു ക്ലാസ് മുറിയിൽ നടക്കുന്ന സാധാരണ സംഭവം. പേരെഴുതപ്പെട്ടവന് 2 അടി കൊടുത്തു. അധ്യാപികയുടെ കയ്യിൽ നിന്ന് തുടയിൽ കിട്ടിയ ചൂരലിന്റെ വേദന 1 വർഷം അവൻ മറന്നുപോയില്ല. 14 വയസ്സുകാരൻ വൈരാഗ്യം മനസ്സിലിട്ടു. 10ാം ക്ലാസിന്റെ ക്ലാസ് അവസാനിപ്പിക്കുമ്പോ 9ാം ക്ലാസ്സിൽ കേട്ടെടുത്തേ തന്റെ പേരെഴുതി കൊടുത്തവനെ മൂത്രപ്പുരയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. അവിടെ വെച്ച് 15 വയസ്സുകാരനെ കരുത്തറത്ത് കൊന്ന കാലം. കാലം തന്നെയാണ് സത്യം.